ഹായ്, സ്മിത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് മോണ്ടിസോറി എന്നും മോണ്ടിസോറി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഉത്തരവായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മോണ്ടിസോറി ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ടിവിറ്റിയുടെ പേരാണ് പോറിംഗ് ആക്ടിവിറ്റി. ഇതൊരു സെൻസിറ്റീവ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ മോണ്ടിസോറിയിൽ പറയുന്നത്. ഇതൊരു 12 മാസം മുതൽ ഒരു 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേ നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് വെക്കുന്ന, ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന മീഷോ എന്ന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ, മിക്ക വീടുകളിലും ഇതുണ്ടാവും. ഇതുപോലെ ഒരു ട്രേ എടുക്കുക, പിന്നെ 2 ഗ്ലാസ്. ഞാനിപ്പോ ഇവിടെ കുപ്പി ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീലിന്റെ ഗ്ലാസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്റ്റി കേട്ടോ. പിന്നെ അതിന്റെ അകത്ത് നമ്മളെ വീട്ടിലുള്ള, ഞാനിപ്പോ വെള്ള കടലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ കടലയോ ചെറുപയറോ അരിയോ എന്ത് വേണമെങ്കിലും, ചെറുപയർ പരിപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു സ്പൂൺ ഉണ്ട്, അതുപോലെ ഒരു ജഗ്, അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. ജഗ്ഗും നിങ്ങൾക്ക് സ്റ്റീലിന്റെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, കുറച്ചും കൂടി സേഫ്റ്റി. പിന്നെ ഒരു കർച്ചീഫ് ഉണ്ട്. ഈ കർച്ചീഫ് എന്തിനാന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്കൊരു 12 മാസം മുതൽ 18 മാസം വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോറിംഗ് ആക്ടിവിറ്റിയാണ്. ഇതിന് പറയുന്നത് ഡ്രൈ പോറിംഗ് ആക്ടിവിറ്റി എന്നാണ്. അപ്പം ഇതിന് നമുക്ക് ചെറുപയർ പരിപ്പ് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ എടുക്കുന്ന കേട്ടോ. അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ബൗളിലോ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട്, ബൗളായാലും ഗ്ലാസ് ആയാലും കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ആ ഒരു എംടി ഗ്ലാസോ ബൗളോ ഉണ്ടാവില്ലേ, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി കേട്ടോ. ഒരു 12 മുതൽ 18 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി കൊടുക്കാം. അടുത്തത് 18 മാസം മുതൽ ഒരു 24 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വലിയ ബീഡ്സോ അല്ലെങ്കിൽ പാസ്തയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ആക്ടിവിറ്റി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ സ്പൂൺ കൊണ്ടാണ് യൂസ് ചെയ്തത്. സ്പൂണ് മാറ്റിയിട്ട് ഡയറക്റ്റ് ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട്, അങ്ങനെ എടുക്കരുത്, ഡയറക്റ്റ് പതുക്കെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഫ്രണ്ടിൽ കൊടുക്കണം. എന്നിട്ട് നമുക്ക് പതുക്കെ അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു ആക്ടിവിറ്റി കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 2 to 5 ഇയേഴ്സ് ആയ കുട്ടികൾക്ക് നമുക്ക് വാട്ടർ പോറിംഗ് ആക്ടിവിറ്റി കൊടുക്കാം. അതിനാണ് നമ്മൾ ഈ ഒരു ജഗ് യൂസ് ചെയ്യുന്നത്. ജഗ്ഗില് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, കൊക്ക്, അത് ഇല്ലാത്ത ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഒരു ജഗ്ഗിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്ലാസ് ട്രേയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ കയ്യിൽ ഗ്ലാസ് എടുത്തിട്ട്, വെള്ളം വേണം, എന്നിട്ട് നമ്മൾ പതുക്കെ താഴത്ത് വെള്ളം മറയാതെ പതുക്കെ നമ്മൾ അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. ഇതുപോലെ നമ്മൾ ഒഴിക്കണം. അഥവാ ട്രേയില് വെള്ളം മറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ കർച്ചീഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മൾ അതെന്ത് ചെയ്യണം, ഇതുപോലെ തുടച്ചെടുക്കണം. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് അതിലൂടെ തന്നെ ഒരു ഹൈജീനും കൂടി പഠിപ്പിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി, കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ജഗ് എടുക്കുക. ഇതുപോലെ അറ്റത്ത് നമ്മൾ എന്താ പറയാ, കുക്കുള്ള ജഗ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ജഗ് എടുക്കുക. എന്നിട്ട് നമ്മള് ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ നമുക്ക് ചെറുതായിട്ട് ഒരു വര വരയ്ക്കാം, ചെറിയ വരകൾ. ഇതിപ്പോ ഞാനിതാ ഈ ഒരു വര വരെ പറയാം, ഇത് കണ്ടോ, അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു സ്റ്റിക്കർ ഇല്ലേ, അതുവരെ ഞാൻ ഒരടയാളം വെക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ താഴത്തോ മുകളിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ, ഗ്ലാസ് തന്നെ വേണമെന്നില്ല, ജഗ് എന്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ആ ഒരു വര വരെ കറക്റ്റ് ആയിട്ട് താഴത്ത് മറയാതെ നമ്മൾ നേരത്തെ പിടിച്ച അതേപോലെ തന്നെയാണ് നമ്മൾ ജഗ്ഗും ഇതിനും പിടിക്കേണ്ടത്. ആ ഒരു വര വരെ താഴെ വെള്ളം മറയാതെ കറക്റ്റ് ആയിട്ട് ആ ഒരു വര വരെ നോക്കി നമ്മൾ ഈ ഒരു വെള്ളം ഫില്ല് ചെയ്യാം.
ഇത് കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക്, അതായത് 3 to 4 ഇയേഴ്സ് ആവുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ഏജ് വൈസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡെയിലി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ കുറച്ച് ഭയങ്കര ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് അത് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.